ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. മഷ്റൂം വറുത്തരച്ച് വെച്ചത് അല്ലെങ്കിൽ തീയൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടൺ മഷ്റൂമാണ്. അതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞ് വൃത്തിയാക്കി ഞാനിത് ക്യൂബ്സാക്കി കട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കഴുകിയിട്ടില്ല, കട്ട് ചെയ്തിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിതിങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ തിരുമ്മി ഒരു 10-15 മിനിറ്റ് അവിടെ വെക്കണം. മഷ്റൂമിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത്, അതുപോലെ ഒരു 5-8 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി വറുത്തെടുക്കുമ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കാൻ നോക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് രസം വരും. അപ്പം കുറച്ച് സമയം എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പം അത് വറുത്ത് അതിൻ്റെ കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. ആ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂണായതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ചേർത്തത്. എല്ലാ തീയലിലും ഗരം മസാല ചേർക്കാറില്ല കേട്ടോ. കൂണിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു നോൺ വെജ് ഒരു ടേസ്റ്റൊക്കെ വരും. ഇനി അത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ മഷ്റൂം മഞ്ഞളും ഉപ്പും കൂടെ തിരുമ്മി വെച്ചത് റെഡിയായി കഴിഞ്ഞു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. മഞ്ഞളും ഉപ്പും എല്ലാം കഴുകി മാറ്റുക കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുന്നു. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. ശേഷം കുറച്ച് വേപ്പില, പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഇനി ആ കൂൺ അവിടെ ഇരുന്ന് വേവട്ടെ, അതൊന്ന് മൂടി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തത് വെള്ളം തൊടാതെ ആദ്യം അരച്ചെടുക്കുക കേട്ടോ. വെള്ളം തൊടാതെ ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഷി പോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പം അത് നമ്മുടെ കൂൺ ആ സമയം കൊണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൂണിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഒരു കറിയുടെ ഗ്രേവിയൊക്കെ വേണ്ടിടത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ മറിയം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ. ഇനി ഇതവിടെ ഇരുന്ന് തിളയ്ക്കണം. അതിലാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി അതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടെ അതവിടെ വെക്കുക. അതിൽ മഷ്റൂമൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്, കുക്കാവാനൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ മാത്രം തീ ഓഫ് ചെയ്ത് ഈ പരുവത്തിൽ ഉപയോഗിക്കാം.